തന്നെ പ്രേമലേഖനമെഴുതി കേശവ നായർ കാശിനു വേണ്ടി പ്രേമിച്ച സാറാമേ. ബാല്യകാല സഖികളാം നമ്മുടെ മജീദും സുഹറായും ഒന്നും ഇമ്മിണി ബല്യ ഒന്നെന്നു മജിദിനെ നമ്മൾ മറക്കുമോ? മജിദിനെ നമ്മൾ മറക്കുമോ? ഉപ്പുപ്പാക്കോരാനേണ്ടാർമുന വീമ്പിളക്കിയ പാത്തുമ്മ മദനിന് അപ്പുറമിപ്പുറം നിന്ന് പ്രണയിച്ചോരല്ലോ. സർവ്വവ്യാപിയാം ദൈവമേ, സച്ചിദാനന്ദനാം ദൈവമേ. നാം ഇന്ന് ബേപ്പൂർ സുൽത്താനെന്നും നാം സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമുണ്ട്. ഹാസ്യവും രസകരമായ ഫലിതങ്ങളും ചിന്തിക്കാനും വിവേകം ഉൾക്കൊള്ളുന്നതുമായ രചനകളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളെല്ലാം തന്നെ പ്രകൃതിയുമായി അനുകൂലമായുള്ളൊരു എഴുത്തുകളാണ്. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ കൊച്ചു കവിത ഇവിടെ ആലപിക്കുന്നു.
108 ജനുവരി 21 വൈക്കത്ത് വെച്ച് ജനിച്ചു. കായ അബ്ദുൾ റഹ്മാനും കുഞ്ഞാത്തുമ്മയുമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ബഷീറില്ലാത്ത ലോകം സാഹിത്യ ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ്. മറ്റുള്ളവരെഴുതുമ്പോൾ ബഷീർ കഥ പറയും. ഈ രീതി തന്നെയാണ് ബഷീറിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ബേപ്പു സുൽത്താൻ എന്ന നാമത്തിലും അദ്ദേഹം അറിയപ്പെടുന്നു. പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, ബാല്യകാല സഖി, രണ്ടു പുരാണയുണ്ടായിരുന്നു, ഭൂമിയുടെ അവകാശികൾ എന്നിവകളാണ് പ്രധാന കൃതികൾ. 1994 കോഴിക്കോട് ബേപ്പൂരിൽ വെച്ച് അദ്ദേഹം ഈ ഭൂമിയോട് വിട പറഞ്ഞു. താങ്ക് യു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുഞ്ചിട്ടുകാരൻ എല്ലാവർക്കും